മാത്രം ചാർട്ട് സൂക്ഷിക്കണം. ബാക്കി എത്ര എന്താണ് ഹൈവേ കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കും. ഞാനതാ നേരെ വിട്ടപ്പുറത്ത് അല്ലേ? നേരെ പോയിട്ട് ഇപ്പൊ ഒന്നും തിരിയണ്ട. ബ്രേക്ക് ചെയ്യണത് ഒരുപാട് അകലേന്ന് ബ്രേക്ക് ചെയ്യണം, അമർത്തി ബ്രേക്ക് ചെയ്യരുത്. ബ്രേക്ക് ഇല്ല, ഞാൻ സാറിന് ബ്രേക്ക് പിടിക്കാറില്ല, അതൊക്കെ അവിടെ നിർത്തത്തില്ല. കാരണം അറിയാം, അല്ലെങ്കിൽ ഹൈവേസിൽ പാമ്പ് പോകുന്ന ഒരു പോക്കുണ്ട്. നീ എപ്പോൾ വേണമെങ്കിലും വണ്ടി ലെഫ്റ്റോട്ട് പോയാൽ വണ്ടി സ്റ്റിയറിംഗ് പതുക്കെ റൈറ്റോട് കൊടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ കുറച്ച് മാത്രം. പതുക്കെ എടുത്താലും തിരക്കൊന്നുമില്ല. നമ്മൾ അവിടെ സമയത്ത് ചെന്നാലും കൊള്ളാം, തെന്നില്ലെങ്കിലും അവിടെ ചെന്നേച്ചാൽ മതി. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇത്രയും ബ്ലസ്സാടാ, എന്നിട്ട് ഒരു അനക്കമില്ല. എന്തിന് ഈ നമ്മുടെ സിറ്റിയിലെ ഫ്ലോർ പാർക്ക് സിറ്റിയിലെ സ്കൂളിലൊന്നും അവധിയില്ല. ന്യൂഇയർ പാർക്കുള്ള പിള്ളേർക്ക് സീറ്റ് എല്ലാം അവധിയാണ്. കാരണം സിറ്റി ഡിക്ലെയർ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ, അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞ് അന്ന് സ്ലോ വന്നില്ല. അയാളെ പറഞ്ഞു അയാൾ കണക്കാക്കണം. നടുക്കൂടെ പോകത്തുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നടക്കാനും പറ്റില്ല, വണ്ടി നോക്കണം. ഞാനും ഓണം അടിക്കുന്നത് പതുക്കെ കൊണ്ട് സൈഡിൽ കൂടെ കയറിയാൽ പോകും. അല്ല നേരെ കൊണ്ടാ ഓടിക്കണോട്ടാ. കാരണം അറിയാം, കാരണം പറഞ്ഞുതരാം, അവർ റോഡിലോട്ട് കയറും അറിയത്തില്ല. അവര് ചെവി കേക്കിയല്ല അവർക്ക് മുടി കെട്ടി വെച്ചിരിക്കുക. കാരണം അവര് ചിലപ്പോ തന്നെ വണ്ടി അടുത്ത് വരുമ്പോ ഇടിച്ചു വിളിച്ച് തന്നെ പുറത്തോട്ട് വീണാൽ താ ഉത്തരവാദി. ഫ്രണ്ടിലേക്ക് ഇട്ടാ മതി, നമ്മൾ മറക്കണ്ട നമ്മളാ. അല്ല സൈഡിലെ ഐസൊക്കെ ഒന്ന് പോകാൻ കൊണ്ട് ഗ്ലാസിന്റെ ചൂടായിട്ട് വേണ്ടത്. അതിനു വേണ്ടി ആദ്യം വെച്ചിരുന്നത്. സംഗതി കുഴപ്പമൊന്നുമില്ല, എങ്ങനെ കുട്ടപ്പനായിട്ട് പോകണ്ട്. ഇങ്ങനെ അങ്ങനെ പോയാൽ സ്ലോ കണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞു ഞാൻ വരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരണ്ട, എന്താ കുഴപ്പമില്ല, അസുഖമല്ല, എനിക്കൊന്നും വയ്യ. ഞാൻ സിനിമ കണ്ടോണ്ടാണോ? ഓ അല്ല, എനിക്ക് വയ്യാണോ? എനിക്ക് വരണ്ട. ഇതൊക്കെയാണെങ്കിൽ പുള്ളിയുടെ ഭാര്യയെ വിളിക്കുമോ? രാവിലെ പോയപ്പം സിനിമ ഇല്ലല്ലോ. 7 മണി 6:30 കഴിഞ്ഞപ്പോഴാണ് പഴക്കം വീഴാൻ തുടങ്ങിയത്. ഇനിയിപ്പോ രാത്രി വരെ ഉണ്ടല്ലേ ഇത്? 7 മണി അതങ്ങോട്ട് നീളാം. എനിക്ക് കളിയായി. ഇപ്പൊ ഞാനവിടെ കേറിയപ്പോ തന്നെ മരമൊക്കെ ഭംഗിയായിട്ട് നല്ല രസമുണ്ട്. കുറെ ഇലയോടുണ്ടായിരുന്ന കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഇല ഒടിഞ്ഞാടും. അല്ല, അത് നിൽക്കുന്ന കാണാൻ രസമുണ്ടെന്ന് പറയാം. കാണാൻ ശീലം ഉണ്ടായില്ല, കാരണം നിങ്ങൾക്ക് കാണാൻ പോകണ്ട. അപ്പോഴത്തെ ഇടിഞ്ഞ് കൊണ്ടിരിക്കുന്നുണ്ട് വേല. അത് നോക്കി, അതാ നിൽക്കുന്ന നോക്കി. അതുപോലത്തെ അല്ല, അത് ആ ഒരു ട്രീക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ അല്ല, ഇതാണ് ഫ്രണ്ടിലും ഉണ്ട്. ആ ട്രീ, അത് ശരിയാ. കാരണം പറഞ്ഞപ്പോ ക്രിസ്മസ് ട്രീ പോലത്തെ സാധനത്തിന്മേൽ ഇരിക്കണം. അതായിരിക്കത്തുള്ളൂ, കാരണം മറ്റൊന്നും നിൽക്കത്തില്ല. ഇല ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ എല്ലാം ഒടിഞ്ഞിപ്പോ താഴെ ഒടിഞ്ഞു വെച്ചാൽ മതി. ഒരിക്കൽ വീണങ്ങനെ കഴിഞ്ഞ ഇവിടുത്തെ കൊല്ലം സാൻഡിയില് പറഞ്ഞ് കാറി വണ്ടിപ്പൊക്കെ ചീളി വീണ് ഉള്ള ഇലമേല് മുഴുവൻ വെയിറ്റ് പിടി. അതിലൂടെ കാറ്റൂടെ വന്നപ്പോഴത്തേക്ക് പറയും വേണ്ടായിരുന്നു എപ്പോ എവിടെയൊക്കെ വീണെന്ന് ചോദിച്ചാൽ വേണ്ടെങ്കിലും നോക്കിപ്പോന്നല്ല അല്ലേ? നമുക്ക് ക്ലിയറാ, ഹൈവേ അല്ല. അല്ല നോക്കണ്ടതല്ല അവർക്ക്. എന്ന് പഠിച്ച സ്ഥലം ഇപ്പൊ മേടിച്ചോ, കഴിഞ്ഞ പോലെ നാട്ടിൽ പോണേലും മേടിച്ചോ. ഇത് നിങ്ങളുടെ റെക്കോർഡാണ്. ഈ കേബിളൊക്കെ എന്തിനാ? കറണ്ട് സപ്ലൈ കൊടുക്കും. അത് ചാർജ് ആവില്ലേ? അതിന് ചാർജ് ആക്കി നിൽക്കില്ല. ഇവിടെ ഞാനീ സാധനം കണ്ട ആദ്യമായിട്ട് കണ്ടത് ഓച്ചിലയില്. അതൊരു കിടിലൻ സാധനമായിരുന്നു ഞാൻ കണ്ടത്. നല്ല അസൽ കളർ, നല്ല ഷാർപ്പ് കളറൊക്കെ നല്ല പടമായിരുന്നു. ഇവര് പറഞ്ഞ ഉപയോഗത്തിനൊന്നും നമുക്കിങ്ങനെ സീനറി പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതെ, ഇതിന്റെ ഉള്ളിൽ ക്യാമറ ഉണ്ടോ? ഇതിന്റെ ഉള്ളിൽ തന്നെ തിരിച്ച് ഇതിനുള്ളിൽ തന്നെ ക്യാമറ ഉണ്ടോ? അത് SD കാർഡിലോട്ട് റെക്കോർഡ് ചെയ്യും. അങ്ങനെയല്ല ഔട്ട്സൈഡ് ഇൻസൈഡ് ഉണ്ടോ ചോദിച്ചാൽ രണ്ടും ഉണ്ടാകും. ഇല്ല ഒരു ഒന്നേ ഉള്ളൂ. സെൽഫി മറ്റേ സെൽഫി കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ വർത്താനം പറയണതും ഈ റെക്കോർഡിങ്ങും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാം. എല്ലാം ഉണ്ട്. അത് രണ്ടായിട്ട് ഒരു സൈഡിൽ അതും കാണണമെങ്കിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അത് വലിച്ചു വലുതാക്കിയാൽ ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്താൽ അത് വലുതാവും, മറ്റേ ചെറുതാവും. ഏത് വലുത് വേണോ അത് കേൾക്കാം. റെക്കോർഡിങ് ഒരുപോലെ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കും.
അപ്പം ഞാൻ അവിടെ കാണാൻ പോയിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ പറയണ ഇതെല്ലാം ഇത് നമ്മൾ പറഞ്ഞ റെക്കോർഡ് കാണുമല്ലോ. ഇല്ല, ഞാൻ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർത്താനം കാര്യം വർത്താനം എല്ലാം നമുക്ക് കേട്ടാൽ ഒരു സുഖമില്ല. എന്നാലും അവരുടെ പോകുമ്പോൾ നമുക്കൊല്ലാം പറയാൻ പറ്റും. ഏറ്റവും പറഞ്ഞിട്ട് വല്ലയിടത്തും പിന്നെ വരട്ട് കാണുമ്പോൾ അതൊക്കെ പറയില്ലേ. അപ്പൊ ഇതൊക്കെ ആയിരുന്നു. നാളെ പാപ്പിക്ക് കാണാൻ വേണ്ടി ഞാൻ കൊടുത്തു വിട്ടായിരുന്നു. പാപ്പിയും കമ്മെല്ലാം ഓൺ ചെയ്തോന്നറിയില്ല. ഞാൻ അയാളുടെ കണ്ടതിലുള്ള ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് നല്ല തോന്നി. എന്താ അറിയാം, റെക്കോർഡിംഗ് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഫ്രെയിംസ്, റെക്കോർഡിംഗ് സ്പീഡല്ല, നമ്പർ ഓഫ് ഫ്രെയിംസ്. അപ്പോൾ അയാൾ അന്ന് അതിൽ എഴുതിയേക്കണ എന്താണെന്നറിയാം. ഇപ്പോൾ സാറേ ആ വൈപ്പർ മൂവ് ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്ക് തന്നെയില്ലേ, ആയിക്കോട്ടെ. ഇപ്പോൾ വൈപ്പർ മൂവ് ചെയ്യുമ്പോൾ മതി കേട്ടാ, മറ്റേ വൈപ്പർ കാണില്ല, വരും. ഞാൻ ചോദിച്ചതിനുള്ളിൽ അവർ എഴുതിയേക്കണതാ. ഉപയോഗം ഇപ്പോൾ മനസ്സിലായി. അത് അവർ പറഞ്ഞപ്പോൾ ഞാനത് വായിച്ചായിരുന്നു അവരുടെ ഇൻസ്ട്രക്ഷൻ. അത് സിനിമയ്ക്കകത്തില്ല കയറ് കെട്ടി തൂക്കി കഴിഞ്ഞാൽ കയറ് കാണുന്നില്ല പറയുന്നത്. അതെ, അത് എഡിറ്റ് ചെയ്ത് ഓഫ് ചെയ്ത് കളയണതാണ്. ഇതല്ല, ഇത് സ്പീഡ് ഫ്രെയിം കൊണ്ട് വളരെ കുറച്ചൊരു ലൈനേ കാണുള്ളൂ, നമ്മൾ കണ്ടതായിട്ട് തോന്നുന്നില്ല. ഒരു മിന്നായം ജീപ്പാണ് വഴി കിടക്കണം. മലയത്ത് ഓടിക്കുന്ന സ്ലോയിൽ ഓടിക്കുന്ന സാധനം എന്നാണ് അവർ പറയണത്.